ശോഭേച്ചി വീടിനായപ്പം വന്നോ? എന്തായാലും ശോഭേച്ചി പണിയുണ്ടെന്ന് പറഞ്ഞു. ആ തെങ്ങിന് തിരി വളം ഇടാനായാലും അല്ലോനെ ഇനി അന്ന് വേണ്ടാതെ പണിക്ക് വേണ്ട നല്ലോണം പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോ തെങ്ങിന് വളം ഇട്ട് നടക്കേണ്ടിനോ? അതൊക്കെ ഒരു പഴയ കഥയല്ലേ ശോഭേച്ചി. മോനെ ഈ പേര് ദോഷം ഉണ്ടല്ലോ, ഒരിക്കൽ വന്നാ പിന്നെ തേച്ചാലും മാച്ചാലും പോവുകയല്ല. ശോഭേച്ചി അതൊന്നും എന്നെ ഓർമ്മിപ്പിക്കല്ലേ. എനിക്ക് ഇപ്പോഴും അറിയാൻ പാടില്ല എൻ്റെ ബാഗിൽ എങ്ങനെയാ വീഡിയോ വന്നത്. അതങ്ങനെയാന്ന് മോനെ, പിടിക്കപ്പെടുന്നവരെല്ലാരും ഇങ്ങനെ തന്നെയാ പറയുക. അന്ന് ക്ലാസ് ഫസ്റ്റ് അല്ലാനോ മോയെ, ഇക്കാരണം കൊണ്ട് മോനെ അന്ന് സ്കൂളിൽ നിന്ന് പുറത്താക്കിയതുകൊണ്ട് എൻ്റെ നിതയ്ക്ക് എന്തായാലും ക്ലാസ് ഫസ്റ്റ് ആവാനായി. ഇത് എന്നെ തെറ്റിദ്ധരിച്ച ശോഭേച്ചി. സത്യമായിട്ട് ഞാൻ ഈ സാധനം ഒന്നും ഉപയോഗിക്കുന്നില്ല. ആരും എൻ്റെ ബാഗിൽ കൊണ്ടുവന്ന് വെച്ചതാ. അന്ന് നിത കണ്ടോണ്ട് ഇനി രക്ഷപ്പെട്ട്, ഇല്ലെങ്കിൽ ഏതേ മയക്കുമരുന്ന് കേസിൽ ഇനി പാത്ത് കിടക്കുന്നുണ്ടാകുകയായിരുന്നു. എൻ്റെ പേര് ഏതായാലും വീടിരായപ്പനായി ശോഭേച്ചി. ഞാൻ പക്ഷേ ഈ സാധനം ഇതുവരെ കൈകൊണ്ട് തൊട്ടിട്ടില്ല. നിത എന്തായാലും പ്രൈവറ്റ് സ്കൂളിലെ ടീച്ചറാണെന്നെങ്കിലും ഉണ്ടല്ലോ, നല്ല ശമ്പളം അവക്ക്. അത്ര നല്ലോണമായിരിക്കും ഒരു ക്ലാസ് എടുക്കുന്നത്. ഇപ്പം പുതിയ കാറൊക്കെ വാങ്ങി, ഇനിയിപ്പം വലിയൊരു വീടുണ്ടാക്കാൻ പോവുക. എന്നാ ഞാൻ പറമ്പിലോട്ട് പോട്ടെ ശോഭേച്ചി. ചെല്ലുവനെ, അവർക്ക് നാടൻ പണിയെങ്കിലും എടുക്കാൻ പറ്റുന്നുണ്ടല്ലേ. ശോഭേച്ചി പണി കഴിഞ്ഞു കേട്ടോ. കഴിഞ്ഞോ? എന്നാ ഞാൻ കൂലി എടുക്കട്ടെ. അയ്യോ നിതയുടെ ഫോട്ടോ ന്യൂസില്. ബെസ്റ്റ് ടീച്ചർക്കുള്ള അവാർഡ് ആയിരിക്കോ? അതല്ലേലും എനിക്കറിയാനോ എന്നെങ്കിലും അവളെ ഒരു ഫോട്ടോ ന്യൂസിൽ വരുമെന്നുള്ളത്. അത്രയ്ക്ക് മിടിക്കുക അവള്. എന്താ അവാർഡാ മോനെ? അതല്ല ശോഭേച്ചി, വടകരയിലെ MDMA കേസിൽ ഒരു അധ്യാപിക കൂടി ഇന്ന് അറസ്റ്റിൽ. ഇല്ലോനെ, ഓളെ ചെയ്യല, ഓളല്ല.